Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com 4 സെമസ്റ്ററിലെ നെക്സ്റ്റ് നടക്കാൻ പോകുന്ന പേപ്പറാണ് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്. സോ ഈ ഒരു പേപ്പറിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മളിന്ന് കിടക്കുന്നത്. ഏതൊക്കെയാണ് essay ടോപ്പിക്സ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാൻ സാധിക്കുക. റെക്കോർഡുള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പേപ്പർ വരുന്നത്, ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്. നോക്കിക്കഴിഞ്ഞാൽ കാണാം 2 ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ബ്ലോക്കിൽ നിന്നും 2 essay ചോദ്യങ്ങൾ വീതം നമുക്ക് പ്രതീക്ഷിക്കാം. ബ്ലോക്ക് നമ്പർ 1 കൺസെപ്റ്റ്സ് ആൻഡ് ഓവർവ്യൂ ഓഫ് ഓൺട്രപ്രണർഷിപ്പ് ആണ്. അതിൽ 2 യൂണിറ്റ്. ദെൻ ബ്ലോക്ക് നമ്പർ 2 എന്ന് പറയുന്ന ഫോംസ് ഓഫ് ബിസിനസ് ഓണർഷിപ്പ് ആണ്. അതിൽ 3 യൂണിറ്റുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് ഇപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ പാസ്സാകാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ബ്ലോക്ക് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് 50% മാർക്ക് കിട്ടും. ഇപ്പോൾ ഒരു കുട്ടിയുടെ ഒന്നും കഴിഞ്ഞിട്ടില്ല, ആ കൂടിയിട്ട് ആദ്യത്തെ ബ്ലോക്ക് മാത്രമേ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളെങ്കിൽ ആ കുട്ടി പാസ്സായിരിക്കും. കാരണം അതിൽ നിന്ന് തന്നെ നമുക്ക് 2 essay കിട്ടും. 2 essay കിട്ടിയാൽ തന്നെ അവിടെ 30 മാർക്കായി. ദെൻ 5 മാർക്കിൻ്റെ മിനിമം ഒരു 3 ചോദ്യങ്ങൾ വരെ നമുക്ക് 3-4 ഉണ്ടാവും. 3 എന്തായാലും ഉണ്ടാവും. കാരണം 10 ചോദ്യങ്ങൾ ഇടണ്ടേ, അതിൽ 6 ആൻസർ കൊടുക്കേണ്ടത്. അപ്പോൾ 3-4 എന്തായാലും ഉണ്ടായിരിക്കും ഒരു ബ്ലോക്കിൽ നിന്ന് തന്നെ. അല്ലെങ്കിൽ യൂണിറ്റ് നമ്പർ 1 തന്നെ 2 ചോദ്യം ഉണ്ടായിരിക്കും. അപ്പോൾ ബ്ലോക്ക് 1 മാത്രം പഠിച്ചു കഴിഞ്ഞാലും അവിടെ 4 ചോദ്യങ്ങൾ മിനിമം പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ 50 മാർക്കായി. പിന്നെ 2 മാർക്കിൻ്റെ ഒരു പകുതി ചോദ്യങ്ങൾ അവിടെ നിന്നാണ് വരിക. അപ്പോൾ പറഞ്ഞു വരുന്നത് 60 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 60% മാർക്കിൻ്റെ അടുത്തേക്ക് എത്താൻ ഈ ഒരു ബ്ലോക്ക് പഠിച്ചാൽ തന്നെ ആയി എന്നുള്ളതാണ്. അതിനുശേഷം ബാക്കിലേക്ക് പോയാലും മതി. ഓക്കെ, അപ്പോൾ ഓൺ വേർഡ്സിൽ എഴുതാൻ പറ്റുമോ എന്നുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഓൺട്രപ്രണർഷിപ്പ് ആയതുകൊണ്ട് തന്നെ അതിനുള്ള സാധ്യതയുണ്ട്. എന്നാലും നമുക്ക് ഒരു ലെജിബിലിറ്റി കീപ്പ് ചെയ്യണം എപ്പോഴും, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആദ്യം ഓൺട്രപ്രണർ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് ആണ്. അതിൽ ആദ്യം ഓൺട്രപ്രണർ ആരാണ്, 2 മാർക്കിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ചോദ്യമാണ്. എന്തായാലും പഠിക്കുക. മീനിങ്, ഡെഫിനിഷൻ എന്ന് പറയണത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം essay ടോപ്പിക്കായിട്ട് ഞാൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓൺട്രപ്രണേഴ്സ് ആണ്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഓൺട്രപ്രണേഴ്സ് 2 രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഒന്നുകിൽ essay, അതല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ പല ക്ലാസിഫിക്കേഷനിൽ പോപ്പുലർ ആയിട്ടുള്ള ടീമുകളുണ്ട്. അതിലേതെങ്കിലും 1-2 മാർക്കിന് പ്രതീക്ഷിക്കാം. അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ 2 മാർക്സിന് എക്സ്പെക്ട് ചെയ്യേണ്ടത്, ഇപ്പോൾ essayക്ക് ഇട്ടിട്ടില്ല എങ്കിൽ 2 മാർക്സിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ടീമുകൾ അത് ഞാൻ എടുത്ത് പറയാം. അതിലൊരെണ്ണമാണ് ഇന്നോവേറ്റീവ് ഓൺട്രപ്രണേഴ്സ്, അതുപോലെ തന്നെ ഫാബിയാൻ ഓൺട്രപ്രണേഴ്സ്. ഫാബിയാൻ പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ്. ഇമിറ്റേറ്റീവ് ഉണ്ട്, ഡ്രോൺ ഉണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ 2 മാർക്സിന് കാണാറുള്ളതാണ്. essayക്ക് ഇത് ഇട്ടിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ പ്രതീക്ഷിക്കുന്ന രീതിയാണ് പറഞ്ഞത്. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ടോപ്പിക്ക് essayക്കുള്ളതാണ്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ് ഇൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. അഗെയിൻ essay ആവാം, അല്ലെങ്കിൽ 5 മാർക്ക് ആവാം. നിർബന്ധമായും പഠിക്കുക റോൾ കേട്ടോ. ഒരു 10 പോയിൻ്റ് അതിലുണ്ട് നമുക്ക് നോക്കാൻ. അപ്പോൾ ഈ യൂണിറ്റിൽ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് 2 essay ഉണ്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതിലെ essayക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന മറ്റൊരു ടോപ്പിക്കാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ഓൺട്രപ്രണറിയൽ കൾച്ചർ. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. 5 മാർക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നൊരു ചോദ്യമാണ് കൾച്ചർ, ഓൺട്രപ്രണറിയൽ കൾച്ചർ കേട്ടോ. ദെൻ നെക്സ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത് ഓൺട്രപ്രണറിയൽ സൊസൈറ്റി ഉണ്ട്. ഈ പറയുന്ന ഓൺട്രപ്രണറിയൽ സൊസൈറ്റിയുടെ ഇമ്പോർട്ടൻസ് നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് എൻ ഓൺട്രപ്രണറിയൽ സൊസൈറ്റി 5 മാർക്കാണ്.
5 മാർക്കിൻ്റെയിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒന്നാണ് കേട്ടോ. ഓണ്ടർപ്രണറിയൽ സൊസൈറ്റീനെ റിലേറ്റ് ചെയ്തുള്ളൊരു ചോദ്യം. ദെൻ നെക്സ്റ്റ് എസ്സേക്ക് ആവാം അല്ലെങ്കിൽ 5 മാർക്കിനാവാൻ പ്രതീക്ഷിക്കുന്നതാണ് വിമൺ ഓണ്ടർപ്രണേഴ്സ് ആരാണ്. ദെൻ അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കീ ചലഞ്ചസ് ആണ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. അതുപോലെ തന്നെ ചലഞ്ചസ് ഫേസ്ഡ് ബൈ വിമൺ ഓണ്ടർപ്രണേഴ്സ് ഇതൊരു എസ്സേക്ക് ഉള്ള ടോപ്പിക്കാണ്. അതല്ലെങ്കിൽ 5 മാർക്കിന് വരാം. വിമൺ ഓണ്ടർപ്രണേഴ്സിനെ റിലേറ്റ് ചെയ്തുള്ളൊരു ചോദ്യം എല്ലാ പേപ്പറിലും വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിർബന്ധമായും വിമൺ ഓണ്ടർപ്രണേഴ്സിനെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇനി നെക്സ്റ്റ് വരുന്നത് റൂറൽ ഓണ്ടർപ്രണർഷിപ്പ്. 2 മാർക്കിന് എന്താണ് റൂറൽ ഓണ്ടർപ്രണർഷിപ്പ്, അതിൻ്റെ ചലഞ്ചസിന് ചോദിക്കാം. 5 മാർക്കിന് അതിൻ്റെ ചലഞ്ചസ് ചോദിക്കാം. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ട്രൈഡ്സ് ഓഫ് പൊട്ടൻഷ്യൽ ഓണ്ടർപ്രണേഴ്സ് 5 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ. ട്രൈഡ്സ് ഓഫ് പൊട്ടൻഷ്യൽ ഓണ്ടർപ്രണേഴ്സ് അതാ ഒരു കാര്യം നോക്കാം. ദെൻ എമേർജിങ് ട്രെൻഡ്സ് ഇൻ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് 5 മാർക്കിൻ്റെ ചോദ്യമാണ്. ഞാൻ പറഞ്ഞു പാർട്ട് ബിയിൽ 10 ചോദ്യങ്ങളിൽ 5 ചോദ്യങ്ങൾ 2 യൂണിറ്റ് ആയിട്ട് ഇടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് മാറി മാറി പ്രതീക്ഷിക്കാം. എമർജിങ് ട്രെൻഡ്സ് ഇൻ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് നോക്കി വയ്ക്കുക കേട്ടോ. ദാറ്റ്സ് അബൌട്ട് ആ ഒരു ഏരിയ. പിന്നെ സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് 2 മാർക്കിനെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ് ആ രീതിയിൽ പഠിക്കുക. സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പിനെ പറ്റിയിട്ടുള്ളൊരു ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ദാറ്റ്സ് അബൌട്ട് യൂണിറ്റ് നമ്പർ 1 നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ. ചിലപ്പോൾ 2 എസ്സേ അത് 2 ഇതിൽ നിന്നിടാം, അതിനുള്ള സ്കോപ്പ് ഉണ്ട്. ഒരു എസ്സേ എന്തായാലും ഉണ്ടായിരിക്കും. ബാക്കി ഒരു 3 ചോദ്യങ്ങൾ വരെ 5 മാർക്കിൻ്റെ തന്നെ ഉള്ളത് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം, ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങൾ. അപ്പോൾ നിർബന്ധമായും നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു യൂണിറ്റാണ് കേട്ടോ, 2 മാർക്കിൻ്റെയും. ഇനി നെക്സ്റ്റ് സ്റ്റാർട്ടപ്പ്, അതിനെ പറ്റിയിട്ടുള്ളതാണ്. സ്റ്റാർട്ടപ്പ്സ് എന്താണ് നോക്കി വയ്ക്കുക, 2 മാർക്കിൻ്റെന്. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യം കീ ടൂൾസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് 5 മാർക്കിൻ്റെ ചോദ്യം. കീ ടൂൾസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്, നിർബന്ധമായും പഠിക്കുക. വൈറൽ മാർക്കറ്റിംഗ് എന്താണ് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ സെപ്പറേറ്റ് പ്രതീക്ഷിക്കുന്നു. ഇനി നെക്സ്റ്റ് മാനേജിങ് സ്റ്റാർട്ടപ്പ് ഫിനാൻസ്, അതിൽ സോഴ്സസ് ഓഫ് ഫിനാൻസ് എന്താണെന്നുള്ളത് നോക്കിക്കോളൂ കേട്ടോ. സോഴ്സസ് ഓഫ് ഫിനാൻസ് നോക്കിക്കോളൂ. ദെൻ അതിനുശേഷം കീ ആസ്പെക്ട്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ചിലപ്പോൾ അതിന് പകരം ചിലപ്പോൾ ഇതാവാം. ഇത് 3 പോയിൻ്റാണ് വരുന്നത്. ഇതിൽ സോഴ്സസ് ഓഫ് ഫിനാൻസ് നോക്കി വെച്ചോളൂ. ദെൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണ് 2 മാർക്കിൻ്റെ ചോദ്യം. 2 മാർക്സിൻ്റെ ചോദ്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അതിനേക്കാൾ ഉപരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇവിടെയാണ് വരുന്നത്. സ്റ്റാർട്ടപ്പ് ഇൻ ഇന്ത്യ, അതിൻ്റെ ഫീച്ചേഴ്സ് 5 മാർക്ക് ചോദ്യം. അതുപോലെ തന്നെ സ്റ്റാൻഡപ്പ് ഇൻ ഇന്ത്യ, ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഫീച്ചർ നമുക്ക് 5 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാം. സ്റ്റാർട്ടപ്പോ സ്റ്റാൻഡപ്പോ. ഓക്കെ. ഇനി കാരണം ഇവിടെ ആകെ 2 യൂണിറ്റ് 2 ബ്ലോക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ഉണ്ടായിരിക്കും, ഏരിയ കുറവാണ്. പിന്നെ വരുന്നത് മോഡൽസ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് ആണ്. അതിൽ ഒന്നുകിൽ ഈ മോഡൽസ് എഴുതാൻ വേണ്ടിയിട്ട് 5 മാർക്കിൻ്റെ ഒരു ചോദ്യമാവും, അതല്ലെങ്കിൽ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം. ഇപ്പോൾ സ്കെയിലബിൾ സ്റ്റാർട്ടപ്പ് മോഡൽ എന്താണ്, സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ് എന്താണ്, ഇത് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. ദെൻ ലാസ്റ്റ് വരുന്ന എമർജിങ് മോഡൽസ് ആണ്, അതങ്ങനെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ദെൻ നെക്സ്റ്റ് ഇത്രയ്ക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ 5 മാർക്കിൻ്റെയിൽ ഒരു 2 ചോദ്യം എന്തായാലും ഉണ്ടായിരിക്കും, 2 മാർക്കിൻ്റെയിൽ 2 ഉണ്ടാവും. അപ്പോൾ കുറഞ്ഞത് ഒരു 10-15 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഇതിൽ നിന്ന് വരുന്നുള്ളതാണ്. ഇനി എസ്സേക്ക് ഉള്ളത് ഒരെണ്ണം ഒന്ന് മാറ്റി പിടിക്കുമോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സ്റ്റാൻഡപ്പിനെ പറ്റിയിട്ടോ സ്റ്റാർട്ടപ്പിനെ പറ്റിയിട്ടുള്ള ഒന്നിൻ്റെ എക്സ്പ്ലനേഷൻ ആയിരിക്കും ചോദിക്കുക. ഓക്കെ. അപ്പോൾ ഞാൻ ഈ എടുത്തു പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായാലും നോക്കി പോകാം കേട്ടോ.
കൂടുതൽ ഞാൻ 5 മാർക്സിൻ്റെ ചോദ്യങ്ങളാണ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എസ് എ ചിലപ്പോൾ ഇടാം ഒരെണ്ണം. മൂവിങ് ടു ബ്ലോക്ക് നമ്പർ 2, ഫോംസ് ഓഫ് ബിസിനസ് ഓണർഷിപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് വലിയൊരു യൂണിറ്റാണ്. അപ്പോൾ ഫോംസ് ഓഫ് ബിസിനസ് ഓണർഷിപ്പ് മൊത്തത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് ടൈപ്സ് ഓഫ് ബിസിനസ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു എസ് എ ചോദ്യം ചിലപ്പോൾ ചോദിക്കാം. പക്ഷെ ഇത് ഒരുപാടുണ്ട്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, കമ്പനി, ഫ്രാഞ്ചൈസിങ്, ഇതാണ് വരുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ അങ്ങനെ ചോദിക്കാം ഫോംസ്, അതല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ പാർട്ണർഷിപ്പ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, അല്ലെങ്കിൽ കൂടുതൽ ഫോംസ് എന്ന് പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത് വരുന്നുണ്ടെങ്കിൽ ഓരോ ഫോമിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് എക്സ്പ്ലനേഷൻ കൊടുക്കുക. ഓക്കെ, ഫ്രാഞ്ചൈസിങ് എന്താണെന്നുള്ളത് നിർബന്ധമായും 2 മാർക്കിലേക്ക് നോക്കി വെച്ചോ കേട്ടോ, ഫ്രാഞ്ചൈസിങ്ങിനെ പറ്റിയിട്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഈ ഫോം മൊത്തത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോമിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് ചോദിക്കും. അതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒന്നാണ് ഞാൻ പറഞ്ഞ ഫോം കേട്ടോ, ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കുന്ന ഒരു ടോപ്പിക്കാണ് ടൂൾസ് ഫോർ എൻവയോൺമെൻറ്റ് അനാലിസിസ്. 5 മാർക്കിൻ്റെ ഇട്ടില്ലെങ്കിൽ ഈ പെസ്റ്റൈൽ എന്താണെന്നുള്ളത് സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാം. അതുപോലെ തന്നെ സോട്ട് അനാലിസിസും, രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്നുകിൽ പെസ്റ്റൈലിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും, അല്ലെങ്കിൽ സോട്ട് ചോദിക്കാം. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വലിയ മാർക്കിൻ്റെ ചോദ്യമായിട്ട് ഈ ടൂൾസ് ഫോർ എൻവയോൺമെൻറ്റ് അനാലിസിസ് അങ്ങനെയും ചോദിക്കാം. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന പെസ്റ്റൈലും സോട്ടും. ഓക്കെ, നിർബന്ധമായും പഠിക്കണം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത് ബാരിയേഴ്സ് ഉണ്ട്, പറഞ്ഞു നമ്മൾ. ദെൻ കേസ് സ്റ്റഡി കാര്യങ്ങളൊക്കെയാണ്, അത് നമ്മളങ്ങനെ കാണാറില്ല. ഇനി ഡിഫൈൻ പ്രോബ്ലംസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഇതങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല ഈ കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ചോദ്യം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ബിസിനസ് ഐഡിയ നോക്കാം. 5 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് പ്രതീക്ഷിക്കാം. ദെൻ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ പ്ലാനിങ് ദ കോമ്പോണൻറ്റ്സ് ഓഫ് എ ബിസിനസ് പ്ലാൻ, നിർബന്ധമായും നോക്കാം കേട്ടോ. കോമ്പോണൻറ്റ്സ് ഓഫ് എ ബിസിനസ് പ്ലാൻ 5 മാർക്സിൻ്റെ ചോദ്യം, കോമ്പോണൻറ്റ്സ് ഓഫ് എ ബിസിനസ് പ്ലാൻ. ഇനി എസ്-സിക്ക് ഒരു ചോദ്യം ഉണ്ടായിരിക്കും, അതിപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോജക്റ്റ് ഒരെണ്ണമുണ്ട്, അതല്ലെങ്കിൽ പിന്നെ പ്രോജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ, സോഴ്സസ് ഓഫ് പ്രോജക്റ്റ് ഐഡിയാസ്. ഇത് ഒരു എസ്-സിക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നൊരു ചോദ്യമാണ്. എക്സ്പ്ലെയിൻ ദ സോഴ്സസ് ഓഫ് പ്രോജക്റ്റ് ഐഡിയാസ്, നിർബന്ധമായും പഠിക്കാം കേട്ടോ, സോഴ്സസ് ഓഫ് പ്രോജക്റ്റ് ഐഡിയാസ്. ഇനി പ്രൊജക്ട് ഫോർമുലേഷൻ്റെ സ്റ്റേജസ്, കാരണം നമുക്ക് ആ കൂടിയിട്ട് ഞാൻ പറഞ്ഞു 2 ബ്ലോക്കുള്ളോ 10 ചോദ്യങ്ങൾ 5 മാർക്കിൻ്റെ തന്നെ ഇടണം. എസ് എ 4, അപ്പോൾ 14 ചോദ്യങ്ങൾ ഇടണേ. 5 മാർക്കിൻ്റെ എന്ന് പറയുമ്പോൾ വലിയ ടൈപ്പ് ചോദ്യങ്ങൾ തന്നെയാണ് എസ് എയും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ മാറി മാറി വരാമെന്ന്. സ്റ്റേജസ് ഓഫ് പ്രൊജക്ട് ഫോർമുലേഷൻ 5 മാർക്സ് നോക്കി വെച്ചോളൂ. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പെർട്ട് എന്താണ്, CPM എന്താണെന്ന് നോക്കിയോളൂ. 2 മാർക്കിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ ബിസിനസ് പ്ലാൻ നിർബന്ധമായും നോക്കണം. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് 5 മാർക്കിൻ്റെ ചോദ്യം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ബിസിനസ് പ്ലാൻ്റെ അഡ്വാൻറ്റേജസ് കേട്ടോ. ഇനി എസ്-എക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ടോപ്പിക്ക് കണ്ടൻസ് ഓഫ് അല്ലെങ്കിൽ കോമ്പോണൻറ്റ്സ് ഓഫ് പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പറേഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ സ്പെസിമെൻ എന്തായാലും പഠിക്കുക കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടൻസ് അതുപോലെ തന്നെ സ്പെസിമെൻ എസ്-സിക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നൊരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം, സ്പെസിമെൻ പ്രോജക്റ്റ് റിപ്പോർട്ട് ഔട്ട്ലൈൻ. സോ ദാറ്റ്സ് അബൌട്ട് എസ്-സിക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു യൂണിറ്റ്. ആൻഡ് ലാസ്റ്റ് ദെൻ മറ്റൊരു യൂണിറ്റ്, 2ാമത്തെ യൂണിറ്റ്
സ്ട്രാറ്റജിക് ഗ്രോത്ത് ആൻഡ് പ്ലാനിങ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് ആണ്. സോ ഇതിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യം സ്ട്രാറ്റജിക് പ്ലാനിങ് എന്താണ്, അതിൻ്റെ നീഡ് 5 മാർക്കിൻ്റെയിലേക്ക് തിയറി പ്രതീക്ഷിക്കാം. സ്ട്രാറ്റജിക് പ്ലാനിങ്ങിനെ പറ്റിയിട്ടുള്ളൊരു ചോദ്യം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഗ്രോത്ത് സ്റ്റേജ് ഓഫ് എൻ എൻ്റർപ്രൈസ് 5 മാർക്കിൻ്റെയിലേക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നൊരു ചോദ്യമാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വാല്യുവേഷൻ, പിന്നെ ഇന്നോവേഷൻ, ഇമ്പോർട്ടൻസ് ഓഫ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ ഇൻ ഓണ്ടർപ്രണർഷിപ്പ് 5 മാർക്ക് ചോദ്യം, 5 മാർക്സിൻ്റെയിലേക്ക് നോക്കണം. പിന്നെ നെക്സ്റ്റ് ലീഗൽ ചലഞ്ചസ് ഇൻ ഓണ്ടർപ്രണർഷിപ്പ് 5 മാർക്സ് ചോദ്യം ആണ്. ലീഗൽ ചലഞ്ചസ് ഇൻ ഓണ്ടർപ്രണർഷിപ്പ് 5 മാർക്സ് ചോദ്യം. ഇനി ഇതിൽ നിന്ന് ഒരു എസ്സേ, ഈ യൂണിറ്റോ അല്ലെങ്കിൽ അടുത്ത എസ്സേ ആയിട്ട് ഈ 2 യൂണിറ്റിൽ നിന്നും കൂടിയിട്ട് ഒരു എസ്സേയും കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഈ ഒരു ടോപ്പിക് ആവാൻ സാധ്യത ചിലപ്പോൾ മാത്രം. ഇപ്പോൾ ഗവൺമെൻറ് പ്രോഗ്രാംസ് ഫോർ ഓണ്ടർപ്രണറിയൽ ഡെവലപ്മെൻറ്റ് എമംഗ് സ്റ്റുഡൻസ് ചിലപ്പോൾ ഇടാം, നോക്കി വെച്ചോ. ഓക്കെ, സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് ഇൻ്റർനാഷണൽ ഓണ്ടർപ്രണർഷിപ്പ്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ഓണ്ടർപ്രണർഷിപ്പ് എന്താണ്, ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് എസ്സേക്ക് ചോദിക്കാം, നിർബന്ധമായും പഠിക്കാം. ഞാൻ പറഞ്ഞ ഒരു എസ്സേ മാറ്റി പിടിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഇതാണ്, ഇത് കേട്ടോ. കീ ഫീച്ചേഴ്സ് ഇൻ്റർനാഷണൽ ഓണ്ടർപ്രണർഷിപ്പ് എസ്സേ ടോപ്പിക്കാണ്. ഇനി 5 മാർക്കിൻ്റെ ഡൊമസ്റ്റിക് ഓണ്ടർപ്രണർഷിപ്പ് ഇൻ്റർനാഷണൽ ഓണ്ടർപ്രണർഷിപ്പ് തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ FDA എന്താണ് 2 മാർക്കിൻ്റെ ചോദ്യം. ഈ ടേമുകളൊക്കെ എന്തായാലും നോക്കി വയ്ക്കുക. 5 മാർക്കിൻ്റെ ചോദ്യം ബാരിയേഴ്സ് ടു ഇൻ്റർനാഷണൽ ട്രേഡ് നിർബന്ധമായും നോക്കി വയ്ക്കുക കേട്ടോ. പിന്നെ കൊട്ടേഷൻ എന്താണ് 2 മാർക്കിൻ്റെ ചോദ്യം. ലെറ്റർ ഓഫ് എൻക്വയറി 2 മാർക്കിൻ്റെ ചോദ്യം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ 2 മാർക്കാണെങ്കിലും 5 മാർക്കാണെങ്കിലും എസ്സേക്കാണെങ്കിലും ഫോക്കസ് ചെയ്യേണ്ടത് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് ഞാൻ പറഞ്ഞു. അപ്പോൾ ബ്ലോക്ക് 1 മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ പാസ്സായി. ഓക്കെ, ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള 2 ബ്ലോക്കുകളാണ്. എസ്പെഷ്യലി യൂണിറ്റ് നമ്പർ 1 ഒരുപാട് ചോദ്യങ്ങൾ വരും, ചിലപ്പോൾ 2 എസ്സേ അതിൽ നിന്ന് തന്നെ ഇടും. പിന്നെ സ്റ്റാർട്ടപ്പിൽ നിന്ന് ഒരു എസ്സേക്കുള്ള സ്കോപ്പാണ് ഞാൻ കൂടുതൽ കാണുന്നത്. പിന്നെ ബ്ലോക്ക് നമ്പർ 2 വരുന്ന സമയത്ത് ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ വലിയൊരു യൂണിറ്റാണ്. അപ്പോൾ ഒന്നും കഴിയാത്തവർക്ക് ഇൻ്റർനാഷണൽ ഓണ്ടർപ്രണർഷിപ്പ് ചെറിയ യൂണിറ്റ് ആദ്യം പഠിക്കാം, അതിനുശേഷം ബാക്കിയുള്ള ഏരിയയിലോട്ട് പോകാം. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് പറയണത് ഫസ്റ്റ് ബ്ലോക്ക് 2 യൂണിറ്റ് ഒരുമിച്ച് തന്നെ പഠിക്കുക. ബ്ലോക്ക് നമ്പർ 2 പോകുമ്പോൾ ഇൻ്റർനാഷണൽ ഓണ്ടർപ്രണർഷിപ്പ് ആദ്യം നോക്കാം, അതിലുള്ള എസ്സേ, അതിനുശേഷം ബാക്കിയുള്ള ഏരിയയിൽ പോകാം കേട്ടോ. നമ്മുടെ ഓൺ വേർഡ്സിൽ കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാധിക്കുന്നതാണ്, ബട്ട് പോയിന്റുകൾ ഉണ്ടായിരിക്കണം, അതാണ് പറയാനുള്ളത്. അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ എസ്സേക്ക് ഏതാണെന്നൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതൊന്നും കൂടി ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ആ ഏരിയ പിക്ക് ചെയ്ത് പഠിക്കുക. ഇനി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ട് ചോദ്യങ്ങളുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.